ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് സാമൂഹിക സേവന സംഘടനയായ തണൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സെപ്റ്റംബർ 14-ന് കണ്ണൂർ ബ്രെയിൻ മെഡ്സിറ്റിയിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. 14-ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 3 സെഷനുകളിലായി WHO പ്രതിനിധി ഡോക്ടർ അഷീൻ, ഡോക്ടർ അരുൺ നായർ തുടങ്ങിയ പ്രഗത്ഭർ സംസാരിക്കും. ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ സാധാരണഗതിയിൽ ന്യൂറോളജിക്കൽ ഡിസീസ്, അതായത് സ്ട്രോക്ക് അല്ലെങ്കിൽ സ്പൈനൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ തലയ്ക്ക് പറ്റുന്ന ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ ഒരു എമർജൻസി മാനേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ന്യൂറോളജിക്കൽ റിക്കവറിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അപ്പൊ അത് നമ്മുടെ തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ മുന്നേറ്റം പരിചയമുള്ള ഒരു ലൊക്കേഷനാണ് CMC വെല്ലൂർ എന്ന് പറയുന്നത്. ആ അതേ ഒരു ക്യാപ്പബിലിറ്റിയോട് കൂടി നമ്മൾ ലാസ്റ്റ് 3 years ആയിട്ട് കണ്ണൂരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, തണലിന്റെ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി എന്നുള്ളതാണ്. പിന്നെ ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് ഡെഫിനറ്റ്ലി ആളുകൾക്കെല്ലാം അറിഞ്ഞു വരുന്നു. അത് കൂടാതെ ഒരു നോർമൽ ലൈഫിലേക്കുള്ള റിക്കവറി, അതായത് ബ്രെയിൻ ഇഞ്ചുറീസോ സ്ട്രോക്കോ വന്നതിന് ശേഷമുള്ള ഒരു നോർമൽ റിക്കവറി പോസിബിൾ അല്ല എന്നുള്ളത് ഒരു സയൻസ് ആണ്, മെഡിക്കൽ സയൻസ്. അപ്പൊ അതിന്റെ ആവശ്യകത വല്ലാതെ കൂടിയതുകൊണ്ട് നമ്മൾ ബെഡ് എക്സ്പാൻഡ് ചെയ്തു. റീസെന്റ് ആയിട്ട് പുതിയ ബിൽഡിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു, ഒരു 120 ബെഡിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്തെടുത്തു. ബെഡ് സ്റ്റിൽ നമുക്ക് കുറച്ച് പേരൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ആളുകൾക്ക് അറിയുന്നത് സ്വതവേ കുറവാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് സ്ട്രോക്ക് എല്ലാം സംഭവിച്ചിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയതിനു ശേഷം ഒരു ഓട്ടോമാറ്റിക് റിക്കവറിയോട് വരുമെന്നുള്ളത്. അതല്ല, അതിനിടയിൽ ഒരു ട്രീറ്റ്മെന്റ് പാർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്, അതാണ് ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ. അപ്പൊ ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് ഒരു സോഷ്യൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് സോഷ്യൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു 2030 എല്ലാ മേഖലകളിലും ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യും, പ്രൈമറി ഹെൽത്ത് സിസ്റ്റം മുതൽ എല്ലായിടത്തും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷനും ഈ WHO ഈ ഒരു 2030 ആക്ഷൻ പ്ലാനുകളും ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കോൺഫറൻസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തത് സെപ്റ്റംബർ 14. നട്ടെല്ലിന് പരിക്ക് പറ്റിയവർ, പക്ഷാഘാതം സംഭവിച്ചവർ, മസ്തിഷ്കക്ഷതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വിവിധ ശാസ്ത്രീയമായ പുനരധിവാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തണൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകാതെ വ്യക്തികൾക്ക് അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ലോകാരോഗ്യ സംഘടന 2030 ലോകത്തിലെ എല്ലാ ആരോഗ്യ മേഖലകളിലും പുനരധിവാസ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് തണൽ മുന്നോട്ട് വയ്ക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫംഗ്ഷണൽ ഹെഡ് ഡോക്ടർ ഫായിസ് മുഹമ്മദ്, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത്, ഡോക്ടർ മുനീർ ചാലിൽ, ശുഭലക്ഷ്മി, മുഹമ്മദ് അബ്ദുൾ സത്താർ എന്നിവർ പങ്കെടുത്തു.